പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോയും മുട്ടയും ബ്രെഡും കൊണ്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യത്തിന് ഞാൻ 10 കഷ്ണം, ചെറിയ ബ്രെഡാണ്, 10 കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. 2 മുട്ട, 2 പൊട്ടറ്റോ പുഴുങ്ങിയത്, ഒരു സവാള, ചെറിയ ഒരു ക്യാരറ്റ്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, മല്ലിയില. അപ്പോൾ ഞാൻ ഈ ബ്രെഡൊന്ന് പൊടിച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ നമ്മൾ ബ്രെഡ് പൊടിച്ചുകൊണ്ട് വന്നു. പൊട്ടറ്റോ ഞാനൊന്ന് പൊടിച്ച് വെച്ചു. ഇനി 2 മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കുവാണേ. പൊട്ടിച്ചൊഴിച്ചു. ഇനി ഞാൻ ആ പൊട്ടറ്റോയ്ക്കകത്ത് ഉപ്പിടുവാണ്, അതിന് പരുവത്തിനുള്ള ഉപ്പിടുവാണേ. ഉപ്പിട്ടു. മുളക് പൊടി ഇടുവാണേ. ഇടുവാണേ, കുറച്ചേ ഇടുന്നുള്ളൂ, ലേശം. ഇനി മസാലപ്പൊടി ലേശം കുരുമുളക് പൊടി ഇടുന്നു. ശകലം മഞ്ഞൾപ്പൊടി ഇടുന്നു. മുമ്പ് ഞാൻ കാണിച്ചു തന്ന അരിഞ്ഞു വച്ചേക്കുന്ന ക്യാരറ്റ്, ഇഞ്ചി, മല്ലിയില, സവാള, പച്ചമുളക് ഇതെല്ലാം എല്ലാം ഇട്ടു. ഇനി ഞാനിത് ഇളക്കുവാണേ, നല്ലപോലെ ഇളക്കുവാണേ. നമ്മൾ വൃത്തിയായിട്ട് ഇളക്കി ഇത് എല്ലാം ഒന്നിച്ചെടുക്കണം. പൊട്ടറ്റോ ഇട്ട് ശരിക്കും. അപ്പം ഗ്യാസ് കത്തിക്കുവാണേ. പാനെടുത്ത് വെച്ച് പാനൊന്ന് ചൂടായിക്കോട്ടെ. വെളിച്ചെണ്ണ, അതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുക്കും. ഇത് പൊരിക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുക്കുന്നു. വെളിച്ചെണ്ണയിലുണ്ടാക്കുന്നതിനാണ് സ്വാദ്. ഇതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. നല്ല മാവെടുത്തു, പൊട്ടറ്റോയും എല്ലാം കൂടെ പുരട്ടി വെച്ചത് എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ പരത്തി ഇങ്ങനെ എടുക്കുവാണേ. ഇങ്ങനെ എടുത്തിട്ട് മുട്ടയെ മുക്കി ഈ ബ്രെഡിൻ്റെ പൊടിയിലോട്ട് മുക്കി അങ്ങോട്ട് ഇടുക. അമ്മച്ചി അന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന പോലെ. അന്ന് നിങ്ങൾക്ക് ഞാൻ ഇതിന് മുമ്പ് 1-2 പ്രാവശ്യം ഉണ്ടാക്കി അന്ന് പരത്തിയല്ലേ ഉണ്ടാക്കി. അന്ന് ഞാൻ പരത്തിയാണ് ഉണ്ടാക്കിയത്. പല രീതിയിലും ഉണ്ടാക്കാം, പല രീതിയിലും ഉണ്ടാക്കാം. പിന്നെ നമുക്ക് വേറൊരു രീതിയിൽ ഇനി അടുത്ത ദിവസം ഉണ്ടാക്കി കാണിക്കാം. കട്ട്ലേറ്റ് എല്ലാം ഉണ്ടാക്കി കാണിക്കാം. നമ്മൾ എല്ലാം ആരംഭിച്ചതല്ലേ ഉള്ളൂ, നമുക്കെല്ലാം ഉണ്ടാക്കി. വേറെ കുറെ വീഡിയോ ഒക്കെ പുറകെ വരുന്നു. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യുക. അതെ, എല്ലാവരും നമ്മൾ ഈ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി ഒന്ന് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായങ്ങൾ, അതാണ് ഏറ്റവും അത്യാവശ്യം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുറച്ചുപേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. അതൊക്കെ എല്ലാവരും ചെയ്യും. നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്തോളും. എല്ലാവരും അവരും ഉണ്ടെന്നോ ഇത് പരീക്ഷിച്ചൊക്കെ നോക്കിയിട്ടല്ലേ ചെയ്യത്തുള്ളൂ. ഇപ്പം ഞാനൊന്ന് മറിച്ചിടട്ടെ. ഇളക്കി ഇട്ടെങ്കിൽ ഇപ്പം തീ കുറച്ചിട്ടിരിക്കുവാണേ. ആദ്യം ഇട്ട തീ ഇല്ല, ഫ്ലെയിം കുറച്ചിട്ടിരിക്കും. മുരിഞ്ഞ് വരുന്നുണ്ട്. നല്ല മണമുണ്ടോ അവിടെ? പിന്നെ മണമൊക്കെ ഉണ്ട്. ആയി വരുന്നു.
അപ്പോൾ ഇത് മൂത്ത് വരുന്നുണ്ട്, റെഡിയായി വരുന്നുണ്ട്, കോരാറായി വരുന്നുണ്ട്. ഒരെണ്ണം ചെറുതായിട്ട് പൊട്ടിയല്ലേ? അതിട്ടപ്പോൾ പൊട്ടിയതാണ്. അത് കുഴപ്പമില്ല. സാരമില്ല, അത് ഇച്ചിരി കൂടെ മുരിയും, അതുകൊണ്ട് നല്ലതുപോലെ മുരിയും. ബാക്കിയൊക്കെ ആയി റെഡിയായി വരുന്നു. നല്ലപോലെ മൂക്കുന്നുണ്ടെങ്കിൽ എണ്ണയുടെ തിള കുറച്ച് കുറയും. തിള കുറയുമ്പോഴാണ് എണ്ണപ്പലഹാരം റെഡിയായെന്നുള്ള അടയാളം. ഏകദേശം ആവാറായില്ലയോ മച്ചി? ആയി. അപ്പോൾ കോരാൻ പോവുക. ഒരുപാട് നേരം കിടന്നാലേ കരിഞ്ഞു പോകും. ഇങ്ങനെ ഒരു കളറൊക്കെ ആകുമ്പോഴാണ്. ഈ കളർ മതി. എന്നിട്ട് പൊരുവരുപ്പുണ്ടായിരുന്നു കുറച്ച്. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇത്ര നേരമൊക്കെ മതി. കണ്ടോ? പിന്നെ പൊടിയൊക്കെ അങ്ങ് കോരണം. കോരിയിട്ട് അടുത്തതിടണം. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് ഇടുന്നേ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി. കണ്ടോ? പൊട്ടറ്റോയും ബ്രെഡും മുട്ടയും വെച്ചാണ് മെയിൻ. അതാണ് കണ്ടോ ഉണ്ടാക്കിയേക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇത് അടിപൊളി. എന്നാ മോനെ കഴിച്ചു നോക്ക്. എന്നാ മോൻ കഴിക്കേ. എങ്ങനെയുണ്ട്? അടിപൊളി. നമ്മുടെ കട്ട്ലേറ്റിന്റെ ഒക്കെ ഒരു വെജിറ്റബിൾ കട്ട്ലേറ്റിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട്. സൂപ്പറാ അല്ലേ? അടിപൊളി. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിനാ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം ഇല്ലേ? അതെ. എന്നാലേ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾക്കൊക്കെ കാണാനും വീട്ടിൽ ചെയ്ത് നോക്കാനൊക്കെ പറ്റത്തുള്ളൂ. ശരി, എല്ലാവരും കണ്ടല്ലോ. എല്ലാവരും ഒന്ന് ഇട്ട് നോക്കിനെ, ഉണ്ടാക്കി നോക്കിനെ.